Hello, good morning. എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ കേടായ ഇൻവെർട്ടർ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാം എന്നുള്ളതാണ്. ഇൻവെർട്ടർ ശരിയാക്കുന്ന ഒരു വീഡിയോ അല്ല, അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൻ്റെ സൈറ്റിൽ യൂട്യൂബിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, കുറച്ച് പേരുടെ വീടുകളിൽ നമുക്ക് ഇൻവെർട്ടർ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ആ ഇൻവെർട്ടർ പഴയതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിസ്പോസ് ചെയ്യും, അതിനെ കളഞ്ഞിട്ട് പുതിയൊരു ഇൻവെർട്ടർ വാങ്ങും. എൻ്റെ വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടായിരുന്നത് വിഗാർഡിൻ്റെ 600ൻ്റെ UPS ആണ്, ഈ കാണുന്നതാണ്. അപ്പോൾ ഇത് കേടായിപ്പോയപ്പോഴേക്കും തിരുവനന്തപുരത്ത് തന്നെ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്തെ വിഗാർഡിൻ്റെ കുറേ ഷോപ്പുകളിൽ കൊണ്ടുപോയി, സർവീസ് സെൻ്ററുകളിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇത് ശരിയാക്കാൻ പറ്റത്തില്ല, ഇത് പഴയ മോഡലാണ്, ഇതിൻ്റെ ബോർഡ് കിട്ടത്തില്ല, ഇതാണ് ബോർഡ് കംപ്ലൈൻ്റ് ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്പിലും കൊടുത്തു നോക്കി, അപ്പോൾ പുള്ളിക്കും അത് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്ക്രാപ്പ് ചെയ്യുക, കാരണം എനിക്കിതിൽ ഒരു യൂസും ഇല്ല. അപ്പോഴാണ് അപ്പോഴാണ് എൻ്റെ ബാറ്ററി ചാർജർ, ഇത് നമ്മുടെ വീട്ടിലുള്ള കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ബാറ്ററി ചാർജറാണ്. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാം, ഇത് 5 ആംപിയർ 230 വോൾട്ട് 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ചാർജറാണ്. ഈ ചാർജർ ഞാൻ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി 100 ആംപിയറിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴേക്കും ഇതിൻ്റെ പ്രൈമറി കോയിൽ കത്തിപ്പോയി, ഓവർ ഹീറ്റായിട്ട് കത്തിപ്പോയി. കാരണം 100 ആംപിയറിന് ചാർജ് ചെയ്യാനുള്ള ശേഷി ഈ സാധനത്തിനില്ല. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ഇത് കത്തിപ്പോയി. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്കൊരു ബാറ്ററി ചാർജറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു ബാറ്ററി ചാർജർ ആക്കി എടുത്തുകൂടാ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ സർക്യൂട്ട് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ, ഈ മൊത്തത്തിലിരിക്കുന്നതാണ് UPSൻ്റെ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ കൊടുത്തിരിക്കുന്ന വയർ ഇതാണ്. ഇതിൻ്റെ ഒരു ഫ്യൂസ് ഉണ്ട്, നമുക്കറിയാം ഇൻവെർട്ടറിന് ഒരു ഫ്യൂസ് ഉണ്ടാവും. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ഫ്യൂസ്, ഈ കാണുന്നത്. അതിനുശേഷം അതുവഴി ഇത് പ്രൈമറി കോയിലാണ്, ഇത് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിൽ ഒറ്റ വൈൻഡിങ് ഉള്ളൂ, ഒറ്റ വൈൻഡിങ് ഉണ്ടാവും. സെക്കൻഡറി കോയിലിൽ 3 കോയിലുണ്ടാവും, കാണാൻ പറ്റും. 1 2 3. ഇതിൻ്റെ അപ്പുറത്തെ എൻഡ് 1 2 3. ഇത് 3ഉം കൂടെ ഒരുമിച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈമറിയിൽ 230 വോൾട്ട് ഉണ്ടാവും, സെക്കൻഡറിയിൽ വരുമ്പോഴേക്കും 230 വോൾട്ട് 6.2 വോൾട്ട് AC ആയിട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഞാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു കോയിൽ എടുക്കുക, ഇത് ഒരു കോയിലാണ്, ഇതും രണ്ടും ഒരു കോയിൽ, ഇതും ചേർന്ന് ഒരു കോയിൽ. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കോയിൽ എടുക്കുക, ഈ ഒരു കോയിൽ കറങ്ങി ഇതിനകത്ത് പോയി കറങ്ങി ചുറ്റിത്തിരിഞ്ഞ് ദേ ഇവിടെ വരും. ഈ ഒരു കോയിലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 6.2 വോൾട്ടാണ്. ഞാനത് കാണിച്ചു തരാം. ഈ 6.2 വോൾട്ടിനെ എടുത്ത്, ഇത് റെക്ടിഫയറാണ്, ഞാനതൊരു ഷോക്ക് വെച്ചിരിക്കുക. ഇതിനകത്ത് കാണാൻ പറ്റും 1 2 3 4 ഡയോഡ്, ഒരു കപ്പാസിറ്റർ. ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയറാണ്, ഇതൊരു റെക്ടിഫയർ, ഇത് അടുത്ത റെക്ടിഫയർ. ഇതിൽ നിന്ന് വരുന്ന 6.2 വോൾട്ട് നമ്മുടെ റെക്ടിഫയറിൽ കൂടെ കടന്നു വരുമ്പോഴേക്കും അതൊരു 8.2 വോൾട്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആ 8.2 വോൾട്ടിൻ്റെ 2 ഔട്ട്പുട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് സീരീസ് ആയിട്ട് കൊടുത്തു. ഇത് ഔട്ട്പുട്ടാണ്, ഇതിനെ സീരീസ് ആയിട്ട് കൊടുത്ത് മഞ്ഞ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. അങ്ങനെ ഈ 2 ലീഡിലും ഇത് പോസിറ്റീവ് 15 വോൾട്ട് വരും. ഇത് 15 അല്ല 16.6 വോൾട്ട് വരും ഈ 2 ലീഡും തമ്മിൽ. ഓക്കെ, ഈ 2 ലീഡും തമ്മിൽ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, കൂടെ ഒരു ഫിൽറ്റർ ചെയ്യാനായിട്ട്. കാരണം നമുക്ക് വോൾട്ടേജ് 16 ആണ്, ഇതിരി ഓവറാണ്, നമുക്കൊരു 15 താഴെ കൊണ്ടുവരണം. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഒരു അഡീഷണലായിട്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ. കാണുന്ന ഷേപ്പൊന്നും നോക്കണ്ട, ഇതിനകത്ത് 4 ഡയോഡുണ്ട്, കാണാൻ പറ്റുക. 1 2 3 4, അങ്ങനെ 4 ഡയോഡും ഇതിനകത്തുണ്ട്, കണ്ടില്ലേ.
ഒന്ന്. അങ്ങനെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഒരുമിച്ച് കെട്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുമ്പോഴേക്കും നമുക്കിതിൽ എത്ര വോൾട്ട് കിട്ടും? 15.6 വോൾട്ട്. നമ്മൾ ഇപ്പം ഇത് പകൽ നമുക്ക് 15.6 കിട്ടും. രാത്രി ആകുമ്പോഴേക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.3. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ കറക്റ്റ് ചാർജ് നമുക്ക് നൈറ്റിൽ കിട്ടും. ഞാനതിൻ്റെ വോൾട്ടേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ നമുക്കിവിടെ രണ്ടിടത്ത് എക്സ്പോസ്ഡ് ആണ്. അതിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് AC വോൾട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം, 6.3 ആണ്. നമുക്ക് നോക്കണം 6.3 വോൾട്ടാണ് വരുന്നത്. 6.3 വോൾട്ട്. അത് നമ്മുടെ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, കണ്ടില്ലേ, 8.3 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 8.3 വോൾട്ട്. അങ്ങനെ ഇതിൽ നിന്നൊരു 8.31 വോൾട്ട്, ഇതിൽ നിന്നും ഒരു 8.31 വോൾട്ട്. അപ്പോൾ ടോട്ടൽ ഇതിൽ എത്ര ഇൻപുട്ട് വോൾട്ട് വരും? ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വയറുമാണ്. ഈ 2 വയറിലും കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16.63 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ നമ്മുടെ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിനകത്തൂടെ കടത്തി വിടുമ്പോഴേക്കും അതിന് എത്ര വോൾട്ട് കിട്ടുന്നുണ്ട്? 16 വോൾട്ട്. ഓക്കെ, 15.99 വോൾട്ട് കൂടുതലാണ്, വോൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ആംബിയർ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ എത്രമാത്രം ശക്തിയുള്ള സപ്ലൈ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ഒരു വയറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വരുന്നത്. ഇതിൻ്റെ സപ്ലൈയുടെ പവർ നമുക്ക് കാണാം. കണ്ടില്ലേ? നമുക്ക് രണ്ട് കൂട്ടി വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ കണ്ടു കാണുമായിരിക്കും, ഇതെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം, ഇൻവെർട്ടർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം, ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ എന്ത് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ കടയിൽ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നല്ല വിലയാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 വോൾട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നിന്ന് എടുക്കാൻ പറ്റും. 6 വോൾട്ട് AC നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും 6 വോൾട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. 12 വോൾട്ട് ആയിട്ട് എടുക്കാം. ഇനി കറക്റ്റ് എക്സാക്ട് 12 വോൾട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലേറ്റർ IC നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്റർ IC വെച്ചിട്ട് എങ്ങനെയാണ് എക്സാക്ട് 12 വോൾട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ചെയ്യാം. അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കറക്റ്റ് 12 വോൾട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിളിലൊക്കെ 24 വോൾട്ടിൻ്റെ DC മോട്ടർ നമുക്ക് വെച്ച് സൈക്കിളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സൈക്കിളിൽ 24 വോൾട്ടിൻ്റെ ചാർജറായിട്ട് നമുക്ക് ഈ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടേക്ക് ഇതിൽ കിട്ടുന്ന 8 വോൾട്ടാണ്. 8 വോൾട്ട് DC ആണ്. 8.3 വോൾട്ട് DC ആണ് നമുക്കത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ 8.3 × 4 24.6 വോൾട്ട് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് കുറച്ചുകൂടെ ഹയർ ചാർജ് വേണം എങ്കിലും നമുക്ക് 24 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ചാർജർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു 24 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ചാർജറിന് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഏകദേശം 3600 രൂപ ഇവോളം വില വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 5 ആംപിയറിൻ്റെ സാധാരണ നമ്മുടെ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ബാറ്ററി അത്യാവശ്യം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറിന് തന്നെ ഓൺലൈനായിട്ട് 2400 രൂപ 2000 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കേടായി വന്ന ഒരു ഇൻവെർട്ടറിനെ ഒരിക്കലും എടുത്ത് വെറുതെ കളയാൻ പാടില്ല.
അപ്പോൾ അതുതന്നെ നമുക്കിതിന് വളരെ പ്രയോജനകരമാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഒരു ബാറ്ററി ചാർജറായിട്ട് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഈ ഒരു വീഡിയോ ഇടാനുള്ള സാഹചര്യം കൂടെ പറയാം. ഞാനിങ്ങനെ കുറേ വീഡിയോ തപ്പി നോക്കി. കാരണം ഇതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിനെ തന്നെ വെൽഡിങ് മെഷീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിതിന് എനിക്കൊരു 12 വോൾട്ടിൻ്റെ എൻ്റെ ഈ ബാറ്ററി ചാർജർ കേടായിരുന്നു. അപ്പോൾ അതിന് പകരം ഒരു പുതിയ ബാറ്ററി ചാർജർ ആവശ്യമായിട്ട് വന്നപ്പോഴേക്കും ഞാൻ യൂട്യൂബിൽ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറേ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തായാലും ക്വാറന്റൈനായിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ പഴയ കുറേ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇലക്ട്രോണിക് വേസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ടാകും. അപ്പോൾ ഞാൻ അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഒരു കീബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ കീബോർഡിൻ്റെ അത് ശരിയാക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് എനിക്ക് ഒന്നുകിൽ സ്വിച്ചോ അതിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻസ് ആയിരിക്കുമല്ലോ. പക്ഷെ ആ ചെറിയ കംപ്ലയിൻ്റ് കാരണം നമ്മളതിനെല്ലാം തട്ടുംപുറത്താക്കാറുണ്ട്. അപ്പോൾ അതുപോലത്തുള്ള സാധനങ്ങൾ ഈ അവധി സമയത്ത് നമുക്ക് എടുത്ത് സ്വന്തമായിട്ട് തന്നെ അതിനൊന്ന് ശരിയാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ ഒരു മേബി ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ കൂടി പോയി ഒരു അരമണിക്കൂറൊക്കെ നമുക്കത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആക്കി തന്നെ നമുക്കത് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോഴേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയിരിക്കണം. ഇത്രയേ ഉള്ളൂ. താങ്ക്സ്.